ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ല തന്നെയല്ല, കേരളത്തിൽ തന്നെ പ്രശസ്തമായ യാക്കോബറ്റ് സുറിയാനി പള്ളിയായ മണർകാട് സെന്റ് മേരീസ് പള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് കടക്കാം. ഈ പള്ളിയുടെ സൈഡിലുള്ള കടകളിലും മുത്തുക്കടകളും അങ്ങനെ സഭാ പുസ്തകങ്ങൾ ഇതെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക്. ഇവിടെ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് രണ്ട് പള്ളികൾ സ്ഥിതി ചെയ്യുന്നു. ഇത് റോഡിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നത് ഗീവർഗീസ് പുണ്യാളന്റെ നാമത്തിലുള്ള പഴയ പള്ളിയും, റോഡിന്റെ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇപ്പോഴത്തെ പുതിയ പള്ളി മാതാവിന്റെ നാമത്തിലുള്ള പള്ളിയാണ്. ഈ ഗേറ്റ് കടന്നിട്ട് വേണം കേട്ടോ നമുക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ശരിക്കും നമ്മൾ ഈ പള്ളി കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ നേരത്തെ തന്നെ നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. ഇത് എന്നാ വലിയൊരു ഭാഗമരം നമുക്ക് തണല് ചാർത്തി നിൽക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഉള്ളിലേക്ക് എല്ലാം നിൽക്കുന്നത് കണ്ട ഒരു വലിയൊരു നക്ഷത്രം ഇവിടെ വാഗമരത്തെ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ വാഗമരമാട്ടോ ഇവിടെ നല്ല തണലും ഇവിടെ വിശ്വാസികൾക്ക് വന്ന് വിശ്രമിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇവിടുന്ന് കയറി ചെല്ലാൻ നേരത്ത് ഈ കാണുന്നതല്ല കേട്ടോ ശരിക്കും അതിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ്. അതിൻ്റെ മുൻഭാഗം അതിൻ്റെ അങ്ങേ സൈഡാണേ. അതുപോലെ ഇവിടെ ഈ പള്ളി വരുന്നവർക്കൊക്കെ ആയിട്ട് ഇവിടെ മെഴുകുതിരിയും തിരിയൊക്കെ ഇവിടെ കച്ചവടത്തിനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയൊരു നക്ഷത്രമായിട്ടോ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ ഈ പള്ളിയിൽ തൂക്കിയിരിക്കുന്നത്. അത് ആ വാഗമരത്തിൽ പക്ഷികളൊക്കെ വന്ന് അവിടെ ചേക്കേറുന്ന ഒരു സ്ഥലമൊക്കെയാണ് അത്. ഈ പള്ളിയുടെ വീഡിയോ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ ഓഫീസിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത്. അതായത് ഇതിന്റെ അകത്ത് എടുക്കാൻ എനിക്ക് പെർമിഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അകത്ത് കയറിയൊന്നും ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. പുറത്തുനിന്നുള്ള ഫോട്ടോയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത്ര മനോഹരമായ പള്ളിയല്ലേ. അതായത് ഈ മെയിൻ റോഡ് സൈഡിൽ ഇരു സൈഡുകളിലായിട്ടാണ് ഈ പഴയതും പുതിയതുമായ പള്ളികൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഈ ചർച്ചിന്റെ ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്നത്. സെന്റ് മേരീസ് യാക്കോബറ്റ് സിറിയൻ കത്തീഡ്രൽ ഒരു ഭദ്രാസന ദേവാലയമാട്ടോ നമ്മുടെ ഈ മണർകാട് പള്ളി. ഇവിടെ എപ്പോൾ വന്നാലും ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് അനേകം വിശ്വാസികൾ കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് എന്ന് തോന്നുന്നു ഈ പള്ളിക്ക് മുത്തുക്കുട ചൂടി വലം വയ്ക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാട്ടോ. നാനാജാതി മതസ്ഥരായ ആൾക്കാരാണ് ഇവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നത്. അതും നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഇവിടെ കടന്നു വരുന്നത്. ഇത് ശരിക്കും ഒരു നേർച്ചപ്പള്ളിയും കൂടിയാണെന്ന് തോന്നുന്നുട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് അതിനുള്ള ഫലം ലഭിക്കും. അതുപോലെ ഇവിടെ വന്ന ആളുകൾ ഇതിന് മുത്തുക്കുടയൊക്കെ നിവൃത്തി വലം വയ്ക്കാറുണ്ട്. അതൊക്കെ ഒരു നേർച്ച കാഴ്ചകളുടെ ഒരു ഭാഗമായിട്ടാണ്. അതുപോലെ ഇവിടെ അത് കുർബാനയ്ക്കുള്ള പണം സ്വീകരിക്കുന്നൊക്കെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ലൈറ്റ് ആൻഡ് ഇലുമിനേഷൻ ഒരു ടവറാട്ടോ ഈ കാണുന്നത്. നല്ലൊരു പൊക്കം. ഇത് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ പള്ളിയുടെ ഉള്ളിൽ തന്നെയല്ല ഇവിടെ വിശ്വാസികളുടെ ഒരു പ്രവാഹമായിരിക്കും ഈ പള്ളിയിൽ. ഇത് പുറത്തും ഇവിടെ കുർബാന കൂടാനായിട്ട് ബെഞ്ചൊക്കെ പണിത് ഇവിടെ ഇട്ടേക്കുന്ന നല്ലൊരു കാഴ്ച കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇവിടെ കേട്ടോ കുർബാനപ്പണം, അടിമപ്പണം, അതിനൊക്കെയുള്ള പണങ്ങൾ പൈസ അടയ്ക്കുന്ന കൗണ്ടറുകൾ ഉണ്ടോ, കുരിശ് നിരത്തി വെച്ചേക്കുന്നതൊക്കെ. ഇത് ഇവിടുത്തെ ഈ പള്ളി പെരുന്നാളിനൊക്കെ അനുബന്ധിച്ച് പ്രദക്ഷിണം പോകാനായിട്ട് ഈ ഓരോ കുരിശും കൈ പിടിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് വലിയ ആ ഒരു ടവർ.
ഇതാട്ടോ പള്ളിയുടെ മുൻവശം എന്ന് പറയുന്നത്. അതിൻ്റെ മുന്നിലൊരു കൽക്കുരിശ്, ആ കൽക്കുരിശിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഈ പള്ളിയുടെ സമീപത്തായിട്ട് സ്കൂളും അതുപോലെ ഹോസ്പിറ്റലൊക്കെ ഇതിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആഗോളതലത്തിൽ പേരുകേട്ട ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് മണർകാട് പള്ളി. അനുഗ്രഹവും രോഗശാന്തിക്കുമായി ആയിരക്കണക്കിന് ഭക്തർ ദിനംപ്രതി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അക്ഷരനഗരിയായ കോട്ടയം പട്ടണത്തോട് അടുത്തു കിടക്കുന്ന സെന്റ് മേരീസ് പള്ളി മലങ്കര സിറിയൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണ്. ചരിത്രത്തിനും ആത്മീയതയ്ക്കും പേരുകേട്ട ഈ പള്ളി വാർഷിക 8 നോമ്പിന് പേരുകേട്ടതാണ്. മണർകാട്ടെ ഈ പള്ളി സെന്റ് മേരീസ് യാക്കോബായ സിറിയൻ കത്തീഡ്രൽ എന്നും അറിയപ്പെടുന്നു. സെപ്റ്റംബർ 8 ആഘോഷിക്കുന്ന കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിനോട് അനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ ആത്മീയ ആചാരങ്ങളിൽ പങ്കെടുക്കാനും മധ്യസ്ഥത നേടാനും ഒത്തുകൂടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. മണർകാട്ടെ മാതാവിന്റെ പേരിലുള്ള ഈ പള്ളി ഒരു മതപരമായ സ്ഥലം മാത്രമല്ല, ജാതി മത ഭേദമന്യേ അനേകർക്ക് പ്രത്യാശയുടെയും രോഗശാന്തിയുടെയും ഒരു വിശുദ്ധ സ്ഥലമാണ്. ഇവിടെ വന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതിലൂടെ എണ്ണമറ്റ ഭക്തർക്ക് രോഗങ്ങളിൽ നിന്നും അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചിട്ടുണ്ടെന്നും പലവിധമായ പ്രശ്നങ്ങളിൽ നിന്നും അത്ഭുത വിടുതൽ കിട്ടിയിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ പള്ളിയുടെ മുറ്റത്തായി ഒരു സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന മണിമാളിക ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ മണിമാളിക 1972 നിർമ്മിച്ചതാണ്. 72 അടി ഉയരവും 600 കിലോ ഭാരവും ഈ മണിക്കുണ്ട്. പള്ളിമേടയുടെ മുകളിൽ പള്ളിയുടെയും സഭയുടെയും ദേശത്തിന്റെയും ചരിത്രം വെളിവാക്കുന്ന രേഖകളും പുരാവസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടേക്കുള്ള വഴി എന്ന് പറയുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്ററും നിയറസ്റ്റ് എയർപോർട്ട് നെടുമ്പാശ്ശേരിയും അവിടുന്ന് ഏകദേശം ഒരു 80 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് കേട്ടോ ഈ മണർകാട് പള്ളിയുടെ കോമ്പൗണ്ടിലാട്ടോ നിൽക്കുന്നത്. ഈ പുറയിൽ കാണുന്നതാണ് ആ മനോഹരമായ വിശ്വാസങ്ങൾക്കും എല്ലാം കൊണ്ടും പേര് കേട്ട ആ യാക്കോറ്റ് പള്ളി. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ.